ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവരുടെ ദേഹത്തൊരു പോറിന് പറ്റിയ ഒറ്റ എണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ അവരെ ഒന്ന് തൊട്ടു നോക്ക്. അപ്പ കാണിച്ചു തരാം ഞാൻ. തമ്പാനെ തൊറ. ചെക്ക, നീ ആരടാ? ആക്ഷൻ പടത്തിലെ ഹീറോയോ? ഒരു വലിയ രക്ഷകൻ വന്നിരിക്കുന്നു. രക്ഷിക്കാനും ശിക്ഷിക്കാനും ഇവിടെ ഞങ്ങളുടെ അണ്ണൻ മാത്രമേ ഉള്ളൂ. നിന്റെ കൊടുക്കും അടക്കും ഇവിടെ തന്നെയാടാ. ഇവമാരെ നോക്കിക്കോണം. ഞാനിപ്പോ വരാം. അവന്റെ ഒക്കെ ആക്ഷൻ പടം. മനുഷ്യനെ കൊണ്ട് ഇത് പറ്റുമെന്ന് ഞാൻ അപ്പോഴേ ചോദിച്ചതല്ലേ. ഇപ്പൊ എല്ലാം പോയില്ലേ. അബദ്ധം പറ്റിയത് നമുക്കാ. ഇനി നമ്മള് അനൂപേണ്ണ എങ്ങനെ രക്ഷിക്കും? അനൂപേണ്ണ മാത്രമല്ല, ഇപ്പൊ ധനുഷിന്റെ ജീവൻ കൂടി അപകടത്തിലായില്ലേ. ധനുഷിന് എന്തെങ്കിലും പറ്റിയാ സ്നേഹയോട് നമ്മൾ എന്ത് മറുപടി പറയും സജ്ജേട്ടാ? പേടിക്കണ്ട, അവർക്കൊന്നും സംഭവിക്കില്ല. അവര് മധുവിന്റെ കയ്യിൽ പെട്ടിട്ടുണ്ടാവില്ല. തന്റെ കോള് വന്നപ്പോ തന്നെ അവർ രക്ഷപ്പെട്ടു കാണും. എന്താ സംഭവിച്ചെന്ന് ആർക്കറിയാം? ആ ചെങ്കൽ മധുവിന്റെ കയ്യിലെങ്ങാൻ അവര് പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. അണ്ണാ, അവള് വിളിക്കുന്നുണ്ട്. എടുക്കണ്ടണ്ണ, അവള് നേരിട്ട് വരട്ടെ. ഒരു ഗർഭിണിയല്ലടാ, പാവം. ഹലോ അർച്ചനെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എവിടെയാ നീ? എന്റെ ഏട്ടനെയും ധനുഷിനെയും നീ കൊണ്ടുപോയി അല്ലേ? കൊണ്ടുപോയി. രണ്ടുപേരും എന്റെ അടുത്തുണ്ട്. ഇനിയും ഓടിപ്പോകാതിരിക്കാൻ കെട്ടിയിട്ടേക്ക്. ഇതിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താണോ? അവൻ വാക്ക് തെറ്റിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യും? രണ്ടുപേരും കൊണ്ട് ഞാനിന്ന് പോന്നു. എന്താ? നീ അവനെ ഒളിപ്പിച്ച സ്ഥലം ഒട്ടും സേഫ് അല്ല. ഇവിടെ ആകുമ്പോ നല്ല സെക്യൂരിറ്റി ഉണ്ട്. അവരുടെ ദേഹത്തൊരു പോറിന് പറ്റിയ ഒറ്റ എണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല. ഞാൻ അവരെ തൊട്ട നീ എന്ത് ചെയ്യും? നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ അവരെ ഒന്ന് തൊട്ടു നോക്ക്. അപ്പ കാണിച്ചു തരാം ഞാൻ. അവള് പറഞ്ഞ എന്താണെന്ന് നിനക്കറിയോ? അവരെ തൊട്ടുപോകരുതെന്ന്. നമുക്കൊന്ന് തൊട്ടു നോക്കിയാലോ? റെഡിയാണോ? താനിതെങ്ങോട്ടാ? മധുവിന്റെ അടുത്തേക്ക്. അർച്ചന ഇപ്പൊ വിളിച്ചിരുന്നു നിന്റെ സുഖവിവരം അന്വേഷിക്കാൻ. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിരുന്നു. നിന്നെ തുടരുതെന്ന് അവള് പറഞ്ഞത്. കേൾക്കണോ അവളെന്താ പറഞ്ഞെന്ന്?
കൊണ്ട് പറ്റുമെങ്കിൽ നീ അവരെ ഒന്ന് തൊട്ടു നോക്ക്. അപ്പൊ കാണിച്ചു തരാം ഞാൻ. തമ്പാനെ തൊറ. അനുപേട്ടനെ ഒന്നും ചെയ്യരുത് പ്ലീസ്. അത് മനഃപൂർവ്വം സംഭവിച്ചതല്ല, വെറും ആക്സിഡന്റ് ആണ്. ആക്സിഡന്റോ? വെണ്ടിയെ കൊന്നുകളയുന്നായേ. ഇവൻ മനഃപൂർവ്വം അവളെ വണ്ടി ഇടിച്ച് കൊന്നതാണ്. പറടാ, എന്റെ അനിയത്തെ കൊല്ലാൻ ആരാ നിനക്ക് കൊട്ടേഷൻ തന്നത്? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. എന്റെ അനിയത്തിക്ക് വേണ്ടി മാത്രം ഞാൻ ജീവിച്ചത്. അവളെ ഇല്ലാതാക്കി നീ ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കണ്ട. ഇവിടെ നിന്നെ ഒന്ന് രക്ഷിക്കാൻ ഒരാളും വരില്ല. തമ്പാനെ, ആരെ വിളിക്കുന്നേ? CSR വിളിക്കുന്നത്. എടുക്ക്. ഹലോ സർ. അർച്ചനെ, രാവിലെ തന്നെ നിങ്ങൾ എന്നെ ഒന്ന് കാണണം. സർ, അനുപേണ്ണ ഇവര് പിടിച്ചോണ്ട് പോയി. ഞങ്ങൾ അങ്ങോട്ട് പോവാ. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അവരെ രക്ഷിക്കണം. രാത്രി ഒരുപാട് വൈകിയില്ലേ? ഇനി എന്നെ കണ്ടതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ചെയ്യാവൂ. എത്രയും വേഗം ഇവിടെ എത്തണം. നമ്മളിപ്പോ എന്ത് ചെയ്യും സച്ചേട്ടാ? എന്തെങ്കിലും കാര്യമില്ലാതെ അദ്ദേഹം വിളിക്കില്ല. നമുക്ക് വേഗം അവിടെത്താം, എന്നിട്ട് തീരുമാനിക്കാം.